ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെന്നെ അവിടെ ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്തതൊന്നും അച്ഛൻ അറിയണ്ടല്ലോ. അച്ഛൻ അവര് പറയുന്നതാ ന്യായം. ശരികേ, അവര് നിന്റെ അമ്മായിയമ്മയാണ്. ലോകത്ത് അമ്മായിമ്മയും മരുമോളും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും കഴിയുന്നതേ വളരെ വിരളമായേ കാണൂ. ബാക്കി എല്ലാ വീട്ടിലെയും സ്ഥിതി ഇതിനേക്കാൾ കഷ്ടമാണ്. പലരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. നിനക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നെ ഞാൻ ഇനിയിപ്പൊ അതും ഇതും പറഞ്ഞ അച്ഛനും മോളും കൂടെ വഴക്കടിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്തായാലും രാജീവിന്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെയല്ലേ നമ്മളിപ്പോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു സംസാരം വേണ്ട. പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ നൂർജഹാനെ എന്തിനാ ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിർത്തിയത്? അവളെ എനിക്ക് അന്യൊന്നുമല്ല, എന്റെ മകന്റെ ഭാര്യ. അത് മാത്രമൊന്നുമല്ല, നൂർജഹാൻ അറിയാവുന്ന എന്തോ ഒരു രഹസ്യം അച്ഛനും അമ്മയ്ക്കും അറിയാം. എന്താ ആ രഹസ്യം? രഹസ്യോ? എന്ത് രഹസ്യം? ഞാൻ അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ. ആ ഒരു ബലത്തിലാ അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നത്. അവളെ കണ്ടപ്പോ അച്ഛനും അമ്മയും പേടിക്കുന്നതും പരിഭ്രമിക്കുന്നതും ഞാൻ കണ്ടതാ. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്ത് രഹസ്യം ഒളിപ്പിച്ചു വെക്കാനാ? ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പറയാ. ഇത് തന്നെയാ നിന്റെ കുഴപ്പം. വെറുതെ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുക. ഇത് ഇല്ലാ കഥയൊന്നും അല്ല അച്ഛാ. നൂർജഹാന്റെ കസിൻ നസീറിനെ കാണാതായതിന്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടോ? എന്ത് ബന്ധം? അല്ല, അതിന്റെ പേരിലാണോ അവള് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ താമസിച്ചതെന്ന് ചോദിച്ചതാ. അച്ഛനും അമ്മേനെയും കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണോ എന്റെ മോളിപ്പോ ഇങ്ങോട്ട് വന്നേക്കുന്നത്? സ്വന്തം മോളിങ്ങനെ സംശയം പറയാൻ പോകുമ്പോ പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പോകേണ്ട കാര്യമില്ലല്ലോ. നേരെ തൂക്കിയെടുത്ത് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടിട്ടാ മതിയല്ലോ. ശാരദേ, ഇനി ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. പിന്നെ നിങ്ങളെ വഴക്ക് പറയുന്നതും ശാസിക്കുന്നതും നിങ്ങളോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടോ ദേഷ്യം ഉണ്ടായിട്ടോ അല്ല, നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് കരുതിയിട്ടാ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനും അമ്മേനെ ദ്രോഹിക്കാൻ നിൽക്കരുത്. അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗം മുന്നിൽ കണ്ടെന്നു വരില്ല. ഞാനൊരു സംശയം പറഞ്ഞതിന് അച്ഛൻ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനാ മോളെ നീ ഇങ്ങനെ എല്ലാരും സങ്കടപ്പെടുത്തുന്നത്? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറയാൻ പോയാലോ? ലോകത്ത് പലരെയും പല സ്ഥലത്തും കാണാതായിട്ടുണ്ട്. അതിന്റെ പിന്നാലെ ഒന്നും എന്റെ മോള് പോവാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ ചിന്തിക്ക്, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്, മനസ്സെപ്പോഴും സന്തോഷമാക്കി വെക്ക്. ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്ക്.